ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മഞ്ഞ ഓക്കെ. ഡെൻസിറ്റി റെഗുലർ എന്താ? ഡെൻസിറ്റി റെഗുലർ പറ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ഇറഗുലർ. Then function. Then location. Okay. Geetu Krishna. Okay, density regular. Okay. Kavya. Okay, cartilage le hyaline പറ. Chondroblast. Okay, good. Krishna Ravikumar. Okay. Fahmina. Okay, elastic പറ. Okay, okay, പറയാ. Continue. Okay, look. Okay, good. Okay, ഇത്രയാണ് ഇന്നലെ പഠിച്ചത്. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ, അതായത് കാർട്ടിലേജിലെ തന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ഫൈബ്രോ കാർട്ടിലേജ്. ഇന്നലെ ജസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, ഫൈബ്രോ കാർട്ടിലേജ് എന്താന്ന് നോക്കാം. കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രീഡോമിനന്റ്. അതായത് ഇവിടെയുള്ള കൊളാജൻ ഫൈബേഴ്സ് പ്രീഡോമിനന്റ് ആണ്, മീൻസ് ശക്തിയുള്ളതാണ്. ഓക്കെ, ഇവിടെയുള്ള കൊളാജൻ ഫൈബേഴ്സ് വളരെ ശക്തിയുള്ളതാണ്. ദെൻ മാട്രിക്സ് ഈസ് അസ് ഹയാലിൻ. മാട്രിക്സ് ഹയാലിന്റെ പോലെ തന്നെയാണ്, അമോർഫസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഹയാലിൻ പോലെ തന്നെയാണ്, ബട്ട് ലെസ് ഫോം. പക്ഷെ എന്താണ്, ദൃഢത കുറവാണ്. ഓക്കെ, ഈ അതായത് ഹയാലിലെ മാട്രിക്സ് ഒക്കെ എന്താണ്, ഫോം ആണ്, മീൻസ് നല്ല ദൃഢതയുള്ളതാണ്. ഇവിടെ എന്താണ്, ലെസ് ഫോം ആണ്, മീൻസ് കട്ടി അല്ലെങ്കിൽ ദൃഢത കുറഞ്ഞതാണ്. ഓക്കെ, എന്നിട്ട് പറയാം, കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രീഡോമിനന്റ്, മാട്രിക്സ് ഈസ് അസ് ഹയാലിൻ ബട്ട് ലെസ് ഫോം. അതായത് ഇവിടെയുള്ള കൊളാജൻ ഫൈബേഴ്സ് ശക്തിയുള്ളതാണ്. ദെൻ മാട്രിക്സ് ഹയാലിന്റെ പോലെ തന്നെയാണ്, പക്ഷെ ദൃഢത കുറവായിരിക്കും. ക്ലിയർ ആയോ? Is it clear? Is it clear? ഓക്കെ, ഒന്നുകൂടി പറയാം. ഫൈബ്രോ കാർട്ടിലേജ് കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രീഡോമിനന്റ്. അതായത് ഇവിടെയുള്ള കൊളാജൻ ഫൈബേഴ്സ് ശക്തിയുള്ളതാണ്. ദെൻ മാട്രിക്സ് ഈസ് അസ് ഹയാലിൻ. മാട്രിക്സ് ഹയാലിന്റെ പോലെ തന്നെയാണ്, ബട്ട് ലെസ് ഫോം ആണ്, പക്ഷെ ദൃഢത കുറഞ്ഞതായിരിക്കും. Is it clear? Okay. Next function ആണ്. Okay, next function in that
high tensile strength, high tensile strength, comma absorb compressive shock. ഒന്നാമത്തെ ഫംഗ്ഷൻ ഹൈ ടെൻസിൽ സ്ട്രെങ്ത്. ടെൻസിൽ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ വലിച്ചു നീട്ടാവുന്ന കഴിവുണ്ട്. ഓക്കെ, വളരെ ശക്തമായിട്ട് വലിച്ചു നീട്ടാനുള്ള ഒരു കഴിവ് ഉണ്ട്. ഓക്കെ, ഹൈ ടെൻസിൽ സ്ട്രെങ്ത് മീൻസ് വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു കഴിവ് ഉണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തത് അബ്സോർബ് കംപ്രസീവ് ഷോക്ക് മീൻസ് ഈ കാർട്ടിലേജിനെ ഞെരുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ, ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെയുള്ള പ്രവർത്തനത്തെ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളെയൊക്കെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, മീൻസ് ആഗിരണം ചെയ്യുന്നുണ്ട്. കംപ്രസീവ് എന്ന് പറഞ്ഞാൽ ഞെരുക്കുന്ന, അതായത് എന്താ പറയുക, കാർട്ടിലേജിനെ ഞെരുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഇതിന് തടസ്സത്തെയൊക്കെ ഇത് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു ഈ ഫൈബ്രോ കാർട്ടിലേജ്. ഡിഫറെന്റ് ഫംഗ്ഷൻ that first one high tensile strength, second one absorb compressive shock. ഹൈ ടെൻസിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടാനുള്ള കഴിവ് ഉണ്ട്, വളരെ കൂടിയ അളവിലുള്ള വലിച്ചു നീട്ടാനുള്ള ഒരു ശക്തി ഉണ്ട്. ദെൻ അബ്സോർബ് കംപ്രസീവ് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇതിലും തടസ്സങ്ങളെല്ലാം മീൻസ് ഈ പ്രവർത്തനത്തെയൊക്കെ ഞെരുക്കുന്ന രീതിയിലുള്ള, കംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള, മീൻസ് കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞെരുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. Is it clear? Is it clear? Okay. Next location. Okay, ഇതെവിടെ സ്ഥിതി എന്ന് നോക്കാം. In that intervertebral disc, intervertebral disc, comma disc of knee joint. Okay, ഒന്നാമത്തെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് മീൻസ് വെർട്ടിബ്രൽ കോളത്തിലെ ഡിസ്കിലാണ് കാണപ്പെടുന്നത്. വെർട്ടിബ്രൽ കോളം എന്താന്ന് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് മനസ്സിലാക്കുക, ഇന്റർവെർട്ടിബ്രൽ ഡിസ്കില്, വെർട്ടിബ്രൽ കോളത്തിന്റെ ഡിസ്കില് ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിസ്ക് ഓഫ് നീ ജോയിന്റ്, നീ ജോയിന്റ് അതായത് മുട്ടിലുള്ള ജോയിന്റിലെ ഡിസ്ക്, അവിടെയുള്ള ഒരു ഡിസ്കിലും കാണപ്പെടുന്നുണ്ട്. ജോയിന്റ്സ് പഠിക്കും, ജോയിന്റ്സിൽ എന്താണ് നീ ജോയിന്റ് അല്ലെങ്കിൽ എന്താണ് ഡിസ്ക് എന്നൊക്കെ ഉള്ളത് അവിടെ പഠിക്കും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കുക. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ആണ് ഒന്നാമത്തെ ലൊക്കേഷൻ. രണ്ടാമത്തെ ലൊക്കേഷൻ ഡിസ്ക് ഓഫ് നീ ജോയിന്റ്. ഒന്നാമത്തെ ലൊക്കേഷൻ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, രണ്ടാമത്തെ ലൊക്കേഷൻ ഡിസ്ക് ഓഫ് നീ ജോയിന്റ്. ലൊക്കേഷൻ കിട്ടിയോ? ലൊക്കേഷൻ കിട്ടിയോ? ഡിസ്ക് ഓഫ് നീ ജോയിന്റ്, നീ എന്ന് പറഞ്ഞ മുട്ട്. ഓക്കെ, അവിടെയുള്ള ഡിസ്കിലും കാണപ്പെടുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, ഓക്കെ. അടുത്ത ഹെഡിങ് കൊടുക്കുക ബോൺ. അടുത്ത ഹെഡിങ് കൊടുക്കുക ബോൺ. അതായത് കണക്റ്റീവ് ടിഷ്യൂല് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിലെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, പിന്നെ അതിലെ ലൂസും ഡെൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ കാർട്ടിലേജ് ആണ്, അതിലെ ഹയാലിനും ഇലാസ്റ്റിക്കും ഫൈബ്രോ കാർട്ടിലേജും പഠിച്ചു. ഇനി മൂന്നാമത്തത് ബോൺ ആണ്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബോൺ ആണ്. അതായത് കണക്റ്റീവ് ടിഷ്യൂലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കാർട്ടിലേജ്, മൂന്നാമത്തത് ബോൺ. ഇനി ബോൺ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബോൺ എന്താന്ന് നോക്കാം. ഡെഫിനിഷൻ ഇൻ ദാറ്റ് ഹാർഡ് calcified matrix containing many collagen fibers, very well vascularized. ഓക്കെ, ബോൺ എന്നുണ്ടെങ്കിൽ ഹാർഡ് ആണ്, മീൻസ് കട്ടിയുള്ളതാണ്. കാൽസിഫൈഡ് മാട്രിക്സ് ആണ്. കാൽസിഫൈഡ് മാട്രിക്സ് എന്ന കാൽസ്യം കൊണ്ട് അടങ്ങിയിരിക്കുന്ന, കാൽസ്യം എന്ന് പറഞ്ഞ പദാർത്ഥം അടങ്ങിയിരിക്കുന്നതാണ്. കണ്ടെയ്നിങ് മെനി കൊളാജൻ ഫൈബേഴ്സ് മീൻസ് ഒരുപാട് കൊളാജൻ ഫൈബേഴ്സും ഉണ്ട്. അതുകൂടാതെ തന്നെ വെരി വെൽ വാസ്കുലറൈസ്ഡ് മീൻസ് ധാരാളം രക്തക്കുഴലുകളും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബോൺ. എന്നിട്ട് പറയാം ബോൺ ദാറ്റ് ഹാർഡ് ആണ്, മീൻസ് കട്ടിയുള്ളതാണ്, കാൽസിഫൈഡ് മാട്രിക്സ്, അതായത് കാൽസ്യം എന്ന് പറഞ്ഞ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന മാട്രിക്സ് ആണ്. അതിന്റെ ഉള്ളിൽ തന്നെ കണ്ടെയ്നിങ് മെനി കൊളാജൻ ഫൈബേഴ്സ്, അതിൽ കൊളാജൻ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ വെരി വെൽ വാസ്കുലറൈസ്ഡ് ആണ്. വാസ്കുലറൈസ്ഡ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ, നേരത്തെ രക്തക്കുഴലുകൾ ഉള്ളതാണ്, ധാരാളം രക്തക്കുഴലുകളും ഉള്ളതാണ്. ഇതാണ് ബോൺ. ക്ലിയർ ആയോ? എന്നോട് പറയാം ബോൺ ഹാർഡ് കാൽസിഫൈഡ് മാട്രിക്സ് കണ്ടെയ്നിങ് മെനി കൊളാജൻ ഫൈബേഴ്സ്, then very well vascularized. കിട്ടിയോ? ക്ലിയർ ആയോ?
ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഈ ബോണിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്കെൽറ്റൽ സിസ്റ്റത്തിലൊക്കെ പഠിക്കും. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷന്റെ ഭാഗമായിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ ബോണിനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ബോണിന്റെ ടൈപ്സും അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറെ ചാപ്റ്റേഴ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ബോൺ എന്താന്ന്, ക്ലാസിഫിക്കേഷനിൽ ബോൺ എന്താന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ബോണിന്റെ ഫംഗ്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ബോൺ സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്. ഒന്നാമത്തെ ഫംഗ്ഷൻ സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്, അതായത് താങ്ങി നിർത്തുന്നുണ്ട്, സംരക്ഷണം നൽകുന്നുമുണ്ട്. Then second one, stores calcium and other minerals and fat. അതായത് കാൽസ്യത്തെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ തന്നെ മിനറൽസിനെ, വേറെയും ധാതുക്കളെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഫാറ്റിനെ എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. കാൽസ്യം, അതുപോലെ തന്നെ മിനറൽസ്, അതുപോലെ തന്നെ ഫാറ്റ്, ഇതിനെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്, മീൻസ് ഇതിനെല്ലാം സൂക്ഷിക്കുന്നുണ്ട്. Then bone marrow is the site of blood cell formation. അതായത് രക്തകോശങ്ങളുടെ ഫോർമേഷൻ നടക്കുന്നത്, രക്തകോശങ്ങൾ രൂപം കൊള്ളുന്നത് ബോണിലെ ബോൺ മാരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ മജ്ജയിലാണ്. എനിക്ക് ഒന്നുകൂടി പറയാം ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ, ബോൺ സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്. അതായത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ങി നിർത്തുന്നുണ്ട്, അതുപോലെ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. മീൻസ് ബോൺസിന്റെ ഉള്ളിലെല്ലാമാണ് ഇന്റേണൽ ഓർഗൻസ് എല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. മീൻസ് എന്താ പറയാ, ആന്തരിക അവയവങ്ങൾക്കെല്ലാം ചുറ്റും എന്തുണ്ട്, ബോൺസ് ഉണ്ട്. ആ ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ അവയവങ്ങളെല്ലാം താങ്ങി നിർത്തുന്നുണ്ട്, അതുകൂടാതെ തന്നെ അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, മീൻസ് അതിനെല്ലാം സംരക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തത്, ബോൺ സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്. രണ്ടാമത്തത് സ്റ്റോർസ് കാൽസ്യം ആൻഡ് അതർ മിനറൽസ് ആൻഡ് ഓൾസോ ഫാറ്റ്. അതായത് കാൽസ്യത്തെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ തന്നെ മിനറൽസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, മീൻസ് ധാതുക്കളെയൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാറ്റിനെയും സ്റ്റോർ ചെയ്യുന്നുണ്ട്, മീൻസ് കൊഴുപ്പിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. കാൽസ്യത്തെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് ബോണിന് കട്ടി ഉള്ളത്. ഓക്കെ, then bone marrow is the അടുത്തത് bone marrow is the site of blood cell formation. അതായത് bone marrow എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജ്ജ, ഈ മജ്ജയിലാണ് രക്തകോശങ്ങൾ രൂപം കൊള്ളുന്നത്, അതിന്റെ ഫോർമേഷൻ നടക്കുന്നത്. രക്തകോശങ്ങൾ എന്ന് പറഞ്ഞാൽ WBC RBC ഒക്കെ. ഓക്കെ, അത് ബ്ലഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. രക്തകോശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WBC RBC മീൻസ് അതായത് വൈറ്റ് ബ്ലഡ് സെല്ല്, റെഡ് ബ്ലഡ് സെൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതായത് ബ്ലഡ് പഠിക്കാൻ. ഓക്കെ, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇവിടെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ബ്ലഡ് സെൽ ഫോർമേഷൻ നടക്കുന്ന സൈറ്റ്, അതായത് രക്തകോശങ്ങൾ രൂപം കൊള്ളുന്ന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോൺ മാരോയാണ്, മീൻസ് മജ്ജയാണ്. ഇത്രയാണ് ഫംഗ്ഷൻ. ദെൻ ലൊക്കേഷൻ. നെക്സ്റ്റ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കെലട്ടൺ ആണ്. സ്കെലട്ടൺ എന്ന് പറഞ്ഞാൽ അസ്ഥിയിലാണ്. ഓക്കെ, സ്കെലട്ടണിലാണ് കാണപ്പെടുന്നത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കെലട്ടൺ ഫുൾ മീൻസ് അസ്ഥികൂടത്തിലാണ്, അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗങ്ങളിലാണ് ഈ ബോൺസ് കാണപ്പെടുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ബോൺ ഇൻ ദാറ്റ് ബോൺ ഹാർഡ് ആണ്, മീൻസ് കട്ടിയുള്ളതാണ്, കാൽസിഫൈഡ് മാട്രിക്സ് ആണ്, മീൻസ് കാൽസ്യം എന്ന് പറഞ്ഞ പദാർത്ഥം കൊണ്ട് അടങ്ങിയിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കൊളാജൻ ദാറ്റ് കണ്ടെയ്നിങ് മെനി കൊളാജൻ ഫൈബേഴ്സ്, അതിൽ കൊളാജൻ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ദെൻ വെരി വെൽ വാസ്കുലറൈസ്ഡ്, ധാരാളം രക്തക്കുഴലുകളും ഉള്ളതാണ്. ദെൻ ഫംഗ്ഷൻ ആണ് പറഞ്ഞത് ബോൺ സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്, അതായത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, മീൻസ് താങ്ങി നിർത്തുന്നുണ്ട്, അതുപോലെ തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ദെൻ സ്റ്റോർസ് കാൽസ്യം ആൻഡ് അതർ മിനറൽസ് ആൻഡ് ഫാറ്റ്, അതായത് കാൽസ്യത്തെയും മിനറൽസിനെയും അതുപോലെ തന്നെ ഫാറ്റിനെയും, അതായത് കൊഴുപ്പ്, ധാതുക്കള്, അതുപോലെ തന്നെ കാൽസ്യം, ഇതിനെയെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബോൺ മാരോ ഈസ് ദ സൈറ്റ് ഓഫ് ബ്ലഡ് സെൽ ഫോർമേഷൻ. രക്തകോശങ്ങൾ രൂപം കൊള്ളുന്ന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോൺ മാരോയാണ്, മീൻസ് മജ്ജയിലാണ്. ദെൻ ലൊക്കേഷൻ ആണ് പറഞ്ഞത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കെലട്ടൺ ആണ്, മീൻസ് അസ്ഥിയിലാണ്. Is it clear? Okay. ഓക്കെ, അതായത് കണക്റ്റീവ് ടിഷ്യൂലെ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ബ്ലഡ്. നാലാമത്തത് ബ്ലഡ്, മെയിൻ ക്ലാസിഫിക്കേഷൻ നാലാമത്തത് ബ്ലഡ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂലെ ഒന്നാമത്തെ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, ദെൻ കാർട്ടിലേജ്, ദെൻ ബോണ്, ദെൻ ലാസ്റ്റ് വൺ ബ്ലഡ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ബ്ലഡ്. മെയിൻ ഹെഡിങ് കൊടുക്കുക ബ്ലഡ്. ഓക്കെ, എന്താന്ന് നോക്കാം. ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ, റെഡ് ആൻഡ് വൈറ്റ് സെൽസ് ഇൻ ഫ്ലൂയിഡ് മാട്രിക്സ്. ഓക്കെ, അതായത് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ദ്രാവക രൂപത്തിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ഇതിൽ റെഡ് അതുപോലെ മീൻസ് RBC WBC എല്ലാം ഈ ഫ്ലൂയിഡിന്റെ മാട്രിക്സ് കാണപ്പെടുന്നു. മീൻസ് ഈ ദ്രാവകത്തിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഈ ദ്രാവക പദാർത്ഥത്തിന്റെ ഉള്ളില് WBC യും RBC ഒക്കെ കാണപ്പെടുന്നു.
ഓക്കെ, ഒന്നുകൂടി പറയാം. ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ, RBC ആൻഡ് WBC സെൽസ് ഇൻ ഫ്ലൂയിഡ് മാട്രിക്സ്. അതായത് ദ്രാവക രൂപത്തിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ഇതിൽ WBC ഈ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മീൻസ് ഈ ബ്ലഡിലെ പദാർത്ഥത്തിന്റെ ഉള്ളിൽ WBCയും അതുപോലെ തന്നെ RBC ഒക്കെ അടങ്ങിയിട്ടുണ്ട്. WBC എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെല്ല്, RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെല്ല്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ദ്രാവക രൂപത്തിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിന്റെ ഉള്ളിൽ RBCയും WBC എന്നൊക്കെ പറഞ്ഞ കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ. ഓക്കെ, ഇൻ ദാറ്റ് transport respiratory gases, nutrients, waste and other substances. അതായത് റെസ്പിറേറ്ററി ഗ്യാസസിന് ട്രാൻസ്പോർട്ടേഷൻ ആണ് പ്രധാന ഫംഗ്ഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വഹിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അതായത് റെസ്പിറേറ്ററി ഗ്യാസസിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നത്. റെസ്പിറേറ്ററി ഗ്യാസസിന് ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അതിനെയെല്ലാം വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ എല്ലാം മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രിയൻസിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നു. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പോഷകഘടകങ്ങൾ, പോഷകാംശങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. ദെൻ വേസ്റ്റ് മീൻസ് വേസ്റ്റ് പുറന്തള്ളുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ ആൻഡ് അതർ സബ്സ്റ്റൻസ്, അതുകൂടാതെയുള്ള വസ്തുക്കളുടെ എല്ലാം സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. അതാണ് ഫങ്ഷൻ. എന്നിട്ട് പറയാം, ഫങ്ഷൻ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്, ന്യൂട്രിയൻസ്, വേസ്റ്റ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. അതായത് റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, റെസ്പിറേറ്ററി ഗ്യാസസിന്റെ സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. ദെൻ ന്യൂട്രിയൻസിന്റെ അതായത് പോഷകാംശങ്ങളുടെ അല്ലെങ്കിൽ പോഷകഘടകങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. ദെൻ വേസ്റ്റിന്റെ സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. ആൻഡ് അതർ സബ്സ്റ്റൻസ്, അതുകൂടാതെയും ഒരുപാട് സബ്സ്റ്റൻസിന്റെ എല്ലാം മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അതായത് ഹോർമോണ് അതുപോലുള്ള പ്രോഡക്റ്റിന്റെ അതുപോലുള്ള ഘടകങ്ങളുടെ ഒക്കെ മൂവ്മെന്റിനും സഹായിക്കുന്നുണ്ട്. ദെൻ ലൊക്കേഷൻ ആണ് പറഞ്ഞത്. ലൊക്കേഷൻ ഇൻ ബ്ലഡ് വെസൽസ്, അതായത് ലൊക്കേഷൻ ബ്ലഡ് കാണപ്പെടുന്നത് രക്തക്കുഴലുകളിലാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകളിലാണ് ബ്ലഡ് കാണപ്പെടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എത്രയാണ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ എക്സാം ഇട്ട പോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ എക്സാം ഉണ്ട്. കാരണം കണക്റ്റീവ് ടിഷ്യൂ നിങ്ങൾക്ക് എക്സാമിന് 10 മാർക്സിന് ചോദിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. സോ ഇതിന്റെ എക്സാം എന്നാ വേണ്ടേ? നിങ്ങൾ പറയാം, ഒരു ഡേറ്റ് പറയാം, ആ ഡേറ്റിൽ നടത്താം. അതായത് ബ്ലഡ് വരെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലെ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ എന്ന് പറഞ്ഞ സെക്ഷൻ തൊട്ട് ഈ ബ്ലഡ് വരെയാണ് എക്സാമിന്. ഓക്കെ, എന്നാ വേണ്ട എക്സാം? ട്യൂസ്ഡേ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? Others give response. Others give response. Tuesday okay ആണോ? ഓക്കെ ഓക്കെ, അപ്പം ട്യൂസ്ഡേ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അതായത് ബ്ലഡ് വരെ. ഓക്കെ, ഇനി നമ്മൾ ടിഷ്യൂവിന്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ. ടിഷ്യൂ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടിഷ്യൂവിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എപ്പിത്തീലിയൽ ടിഷ്യൂ കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞു. മെയിൻ ക്ലാസിഫിക്കേഷൻ, അതായത് ടിഷ്യൂ എന്നുള്ള മെയിൻ ടോപ്പിക്കിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ കവർ ചെയ്തു, കണക്റ്റീവ് ടിഷ്യൂ കവർ ചെയ്തു. ഇനി അതിലെ മൂന്നാമത്തെ ടിഷ്യൂ മസ്കുലാർ ടിഷ്യൂ, അതായത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷനിലെ മൂന്നാമത്തത് മസ്കുലാർ ടിഷ്യൂ. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൻ ഹെഡിങ് മസ്കുലാർ ടിഷ്യൂ. ഓക്കെ, എന്താന്ന് നോക്കാം. ഡെഫിനിഷൻ നോക്കാം. This tissue is able to contract and relax, then providing movement within the body and of the body itself. അതായത് മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ എന്നൊക്കെ പറയും. മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ. ഈ ടിഷ്യൂ എന്നെ സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ is able to contract and relax, അതായത് കൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും, കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഒക്കെ സഹായിക്കുന്നു. ഓക്കെ, then providing movement within the body and of the body itself. അതായത് മസ്കുലാർ ടിഷ്യൂന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, മൂവ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബോഡിക്കുള്ളിലുള്ള മൂവ്മെന്റിന് സഹായിക്കുന്നു,
ബോഡിക്ക് ഉള്ളിലുള്ള മൂവ്മെന്റിന് സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ ബോഡി ഇറ്റ് സെൽഫ്, അതായത് ബോഡിക്ക് മൊത്തമായിട്ടുള്ള മൂവ്മെന്റിന് സഹായിക്കുന്നു. അതായത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതായത് ബോഡിക്കുള്ളിലുള്ള ഓർഗൻസിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ബോഡിക്കുള്ളിലുള്ള മൂവ്മെന്റ്സ്. മീൻസ് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട് മസിൽസ്. അതുകൂടാതെ തന്നെ ബോഡി മൊത്തമായിട്ട് മൂവ് ചെയ്യാൻ, മീൻസ് നടക്കുന്നത്, ഇരിക്കുന്നത്, അങ്ങനെയുള്ള മൂവ്മെന്റിനും സഹായിക്കുന്നു. ബോഡി മൊത്തമായിട്ട് മൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിന്റെ ഉള്ളിലുള്ള മൂവ്മെന്റിനും സഹായിക്കുന്നുണ്ട് ഈ മസിൽസ്, മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ മസ്കുലർ ടിഷ്യൂ. ഓക്കെ, അതായത് കൺട്രാക്ഷന് സഹായിക്കുന്നുണ്ട്, റിലാക്സേഷന് സഹായിക്കുന്നുണ്ട്. മീൻസ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മീനിങ് ഉണ്ട്. ഇവിടെ ഉദ്ദേശിച്ചത് കൺട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ, റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് സ്റ്റേജ്, നോർമൽ ആയിട്ടുള്ള സ്റ്റേജ്. കൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒന്നുകൂടി പറയാം definition. This tissue is able to contract and relax, comma, providing movement within the body and of the body itself. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഈ മസ്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ കൺട്രാക്ഷനും സഹായിക്കുന്നുണ്ട്, റിലാക്സേഷനും സഹായിക്കുന്നുണ്ട്. മീൻസ് പ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ട്, റെസ്റ്റിങ്ങിനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് മൂവ്മെന്റ് വിത്തിൻ ദ ബോഡി, അതായത് ബോഡിക്കുള്ളിലുള്ള മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. മീൻസ് ഇന്റേണൽ ഓർഗൻസിന്റെ എല്ലാം മൂവ്മെന്റിന് മസിൽസ് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബോഡിന്റെ മൊത്തമായിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ ബോഡിയുടെ മൊത്തമായിട്ടുള്ള ചലനത്തിനും സഹായിക്കുന്നുണ്ട് ഈ മസ്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ. മസിൽ എന്ന് പറഞ്ഞാൽ പേശികൾ. ഓക്കെ, ക്ലിയർ ആയോ അത്? Is it clear? Okay. Next point ആയിട്ട് എഴുതാം. There are three types of muscle tissue. There are three types of muscle tissue. Okay, ഇനി muscle tissue ന്റെ classification ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. Okay, there are three types of muscle tissue. In that, first one, skeletal muscle. അതായത് മൂന്ന് തരത്തിലുള്ള മസ്കുലർ ടിഷ്യൂസ് ആണുള്ളത്. ഒന്നാമത്തത് skeletal muscle. രണ്ടാമത്തത് സ്മൂത്ത് മസിൽ. മൂന്നാമത്തത് കാർഡിയാക് മസിൽ. Okay, there are three types of muscle tissue. First one, skeletal muscle. Second one, smooth muscle. Third one, cardiac muscle. Okay, muscular tissue നാളെ എടുക്കാം. പിന്നെ അടുത്ത സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. Okay. Okay, Shabad. Okay, bone പറ. Okay, bone. Okay. Then very well vascularized ആണ്. Means ധാരാളം രക്തക്കുഴലുള്ളതാണ്. Then function പറ. Okay. Then അത്ര എഴുതിട്ടുള്ളൂ. അപ്പം ബോൺമാരിനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? ഷബാദാണ് ഇന്നലെ ഇവിടെ വന്നത്. ഷബാദല്ലേ ഇന്നലെ ഇവിടെ വന്നേ? കോളേജിൽ വന്ന ഷബാദാണോ? ഓക്കെ, അപ്പൊ വേറെ ഓക്കെ, മ്യൂട്ട് ചെയ്തു. ജ്യോതിഷൻ, എനിക്ക് പേരെന്താ? ആദ്യത്തെ ബോൺ പറ. Then function. നമുക്ക് മ്യൂട്ട് ചെയ്തു. ഏഞ്ചൽ മാത്യു, ബോണിന്റെ ഫംഗ്ഷൻ പറ.
ഓക്കെ. ലൊക്കേഷൻ എവിടെയാണ്? ഓക്കെ. അനഘ ബി. ബ്ലഡ് പറ. ഓക്കെ. ഓക്കെ. അനില കെ വി. ഫൈബ്രോ കാർട്ടിലേജ് പറ. ഫൈബ്രോ കാർട്ടിലേജ് കേൾക്കുന്നില്ല അനില? ഓക്കെ, അനില മ്യൂട്ട് ചെയ്തോ. അനു പി ജെ. ഫൈബ്രോ കാർട്ടിലേജ് പറ. ഓക്കെ, ഗുഡ്. ഓക്കെ. ശ്രീഷ്മ. എനിക്ക് മസിൽ ടിഷ്യൂ മനസ്സിലായത് പറ. ഓക്കെ, ഗുഡ്. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക എക്സാമിന്റെ മാർക്ക് ഞാൻ സാറ്റർഡേ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും ചെക്ക് ചെയ്യാം. സാറ്റർഡേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട എക്സാമിന്റെ മാർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. സാറ്റർഡേ ആയിരിക്കും ഇടുക. സാറ്റർഡേ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ. എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ റീസൺ വാട്സപ്പ് ഗ്രൂപ്പിൽ സാറ്റർഡേ പറയാം. അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സാറ്റർഡേ റീസൺ പറയണം. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.